വെൽക്കം ടു മൂവി ബ്രാൻഡ്. പ്രായഭേദമന്യേ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരപ്രതിഭയാണ് മോഹൻലാൽ. വർഷങ്ങളായി പ്രേക്ഷകരെ വിസ്മയിച്ചുകൊണ്ടിരിക്കുന്ന താരം ഇന്നും തന്റെ അഭിനയ സബരിയ തുടരുന്നു. മോഹൻലാൽ സിനിമകൾ കാണാനുള്ള മലയാളികളുടെ ആവേശം ഇന്നും ചോർന്നു പോയിട്ടില്ല. നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ്. നടൻ എന്നതിലുപരി തികഞ്ഞൊരു ഈശ്വര വിശ്വാസിയാണ് മോഹൻലാൽ. ഇടയ്ക്കിടെ വിശിഷ്ട ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ട്. അതിപ്രാചീനവും പൗരാണികവുമായ പൂജാ സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്ന ശാക്തേയ ദേവീ ക്ഷേത്രങ്ങളിൽ പ്രമുഖ സ്ഥാനത്തുള്ള മാമാനിക്കുന്ന് ക്ഷേത്രത്തിൽ മോഹൻലാൽ മറിക്കൊത്തൽ ചടങ്ങ് നടത്തിയതെല്ലാം വൈറലായിരുന്നു. കണ്ണൂരിൽ വിവിധ പരിപാടികൾക്കായി എത്തിയപ്പോഴായിരുന്നു മോഹൻലാൽ വഴിപാട് ചെയ്യാനായി എത്തിയത്. അന്നു മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറെ സംസാരമായിരുന്നു മോഹൻലാൽ നടത്തിയ വഴിപാടുകളെക്കുറിച്ച്. ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാടാണ് താരം നടത്തിയത്. ഈ വഴിപാട് നടത്തിയാൽ ദോഷങ്ങളും മാർഗതടസ്സങ്ങളും അകലുമെന്നാണ് വിശ്വാസം. മാത്രമല്ല, ശത്രുദോഷം, ആഭിചാരം പോലെയുള്ള കർമ്മങ്ങൾ തങ്ങളിൽ ഏറ്റു എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോക്ഷം കൂടി ഈ വഴിപാട് നൽകും എന്നാണ് വിശ്വാസികൾ പറയുന്നത്. ജീവിത വിഘ്നങ്ങളെ നാളികേരത്തിൽ സങ്കല്പിച്ച് അതിൽ ദേവി പ്രതീകമായ നെയ്ത്തിരി സമർപ്പിച്ച് കേശങ്ങൾ മറികടക്കുന്നതായി 3 കടന്നുവച്ച് വിഘ്ന നിവാരണ മാർഗം നാളികേരം കൊത്തി ഉടയ്ക്കുന്ന ചടങ്ങാണ് മറിക്കൊത്തൽ. മോഹൻലാൽ ഈ ചടങ്ങ് നടത്തിയതോടെ ലാലേട്ടന് ഇത്രയും ശത്രുക്കൾ ഉണ്ടാകുമോ? ലാലേട്ടന് എന്തോ സംഭവിച്ചു, കുടുംബത്തിൽ എന്തെങ്കിലും ദോഷം സംഭവിച്ചു കാണും എന്നുള്ള സംശയങ്ങളും ആരാധകർ പങ്കിട്ടിരുന്നു. എന്നാൽ പൊതുവെ ഈശ്വര വിശ്വാസി ആയ ലാലേട്ടൻ കേരളത്തിലൂടെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ദർശനം നടത്താറുണ്ട്. പൊതുവെ വഴിപാടുകൾ കഴിക്കുന്നതിന് പിന്നിൽ ഒരു അജണ്ട ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന അഭിപ്രായവും ചിലർ കുറിക്കുന്നുണ്ട്. കണ്ണടച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ ഒരു തേങ്ങ എടുക്കും. അത് വടുഭൈരവനും ഭൈരവിക്കും മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പീഠത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള പ്രശ്നത്തെക്കുറിച്ച് ഈ സമയം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്നും തരുന്ന ദീപം തലയ്ക്കൊഴിയുകയും നാളികേരത്തിന് 2 സൈഡിലായി വയ്ക്കുകയും ഒരു വെട്ടുകത്തിയെടുത്ത് നാളികേരത്തിനും ദീപത്തിനും മറികടക്കുകയും വേണം. ഇങ്ങനെ മറികടക്കുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മറികടന്ന ശേഷം തേങ്ങ പൊട്ടിച്ച് കളയുകയും വേണം. അതോടെ ദോഷങ്ങൾ തീർന്ന് എന്നാണ് വിശ്വാസം. 1980 വരെ കോഴിയറവ് പതിവായിരുന്നു ഈ ക്ഷേത്രത്തിൽ. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മാമാനിക്കുന്ന്. ദുർഗ ഭദ്രകാളി ഭാവത്തിലാണ് പരാശക്തിയുടെ പ്രതിഷ്ഠ. മഹാദേവിക്കൊപ്പം താണ്ഡവ നർത്തകൻ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മാമാനിക്കുന്ന് ക്ഷേത്രം. ശിവൻ, ക്ഷേത്രപാലൻ, ശാസ്താവ്, നാഗരാജാവ് എന്നീ ഉപദേവ പ്രതിഷ്ഠകളുമുണ്ട്. അതേസമയം ഇപ്പോൾ L360 എന്ന പേരിടാത്ത ചിത്രത്തിലാണ് മോഹൻലാൽ അഭിനയിച്ചു വരുന്നത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശോഭനയാണ് നായിക. L360ന്റെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിന് എന്ന് സംവിധായകൻ തരുൺ മൂർത്തി വ്യക്തമാക്കിയതും ചർച്ചയായിരുന്നു. കഥ കേട്ടപ്പോൾ ആവേശഭരിതനായെന്ന് മോഹൻലാൽ പറഞ്ഞത് എന്നും ചർച്ചയായി L360ന്റെ സംവിധായകൻ തരുൺ മൂർത്തി വെളിപ്പെടുത്തി. L360 വൈകാതെ തന്നെ തുടങ്ങാൻ മോഹൻലാൽ നിർദ്ദേശിച്ചതിനാലാണ് ഏപ്രിലിൽ ചിത്രീകരണം നടത്താൻ തീരുമാനിച്ചതെന്നും തരുൺ മൂർത്തി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു.